ആശയങ്ങളുടെ കരുത്താണ് സി പി ഐയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ മറ്റു പാർട്ടികളെ പോലും നമ്മളുടെ ആ ഒരു സി പി ഐ പറയുന്ന ആ ഒരു ആ പോയിന്റിലേക്ക് കൊണ്ടുവരാനുള്ളൊരു ശേഷി ഉണ്ടായിരുന്നു. അതിപ്പോഴും ഉണ്ട് എന്നുള്ളതാണല്ലോ സെക്രട്ടറി ഇപ്പോൾ നിർത്തിയതിൻ്റെ ഒരു കാര്യം. പക്ഷെ നമ്മളുടെ ഒരു പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഒരു ആശയപരമായ ഒരു ഉൾക്കാഴ്ചയും അല്ലെങ്കിൽ ഒരു പ്രത്യയശാസ്ത്ര അവബോധവും ഒക്കെ പണ്ടത്തെ പോലെ ഇപ്പോഴും ഉണ്ടോ? അല്ലെങ്കിൽ അത് എങ്ങനെയാണ് ഈ ജന്മശതാബ്ദി വർഷത്തിലൊക്കെ എങ്ങനെയാണ് പാർട്ടിക്ക് അക്കാര്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം? ഈ ഇന്നത്തെ ഒരു അടിയന്തരമായ രാഷ്ട്രീയ കടമകൾ നിർവഹിക്കാനുള്ള നമ്മുടെ കരുത്തിനെക്കുറിച്ചാണ്, ആശയപരമായ കരുത്ത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ 100ാം വർഷത്തിലേക്ക് വരുമ്പോൾ ആ ആശയ വ്യക്തത കുറച്ചുകൂടി സ്ഫുടമായിട്ട് വന്നിട്ടേ ഉള്ളൂ. ഒരിക്കലും അതിനൊരു ചോർച്ച സംഭവിച്ചിട്ടില്ല. സ്റ്റേറ്റ് സെക്രട്ടറി പറഞ്ഞതും ബിനോയ് വിശ്വൻ പറഞ്ഞതും അതുതന്നെയാണ്. ആ ആശയ വ്യക്തതയ്ക്ക് ഒരു ചോർച്ച നമുക്ക് ഉണ്ടായിട്ടേ ഇല്ല, ഒരിക്കലുമില്ല. അതുകൊണ്ടാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ഒരു മുൻകൈയെടുത്ത് ഫാസിസ്റ്റ് വിരുദ്ധ ചേരി ഇന്ത്യയിൽ എങ്ങനെയായിരിക്കണം എന്ന് നിർദ്ദേശിച്ചത്. അത് നിർദ്ദേശിക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു ആശയപരമായ ഒരു വ്യക്തത കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായതുകൊണ്ടാണ്. അതുകൊണ്ട് ആശയത്തിൻ്റെ കരുത്തിൽ ഒരു ചോർച്ച ഒരിക്കലും ഉണ്ടായിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അഖിലേന്ത്യാ തലത്തിൽ വന്നിട്ടുള്ള ഒരു പ്രത്യേകത ഇപ്പോഴുള്ളത് പാർലമെൻ്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയിൽ പാർലമെൻറ്റിലും നിയമസഭകളിലും നമ്മുടെ റെപ്രസെൻറ്റേഷൻ കുറയുന്നു എന്നുള്ളതാണ്. ഒരിക്കലും അത് ആശയപരമായ ഏതെങ്കിലും കരുത്തിൻ്റെ ചോർച്ചയല്ല, ഒരിക്കലുമല്ല. എന്നാൽ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ, മണി ആൻഡ് മൈറ്റ്, ഈ രണ്ടും, പണവും അതിൻ്റെ സ്വാധീനവും, ഗുണ്ട സ്റ്റൈലിലുള്ള പ്രവർത്തനങ്ങളൊക്കെ വരുമ്പോൾ അത് രണ്ടിലും വഴിപ്പെട്ട് ഒരുപാട് വോട്ടർമാർ പോകുന്നു. അവരെ യഥാർത്ഥ ഒരു പൊളിറ്റിക്കലൈസ് ചെയ്ത് നമ്മളോടൊപ്പം നിർത്തുന്നതിൽ സാധാരണ ജനങ്ങളെ ആ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഈ പണത്തിൻ്റെ സ്വാധീനത്തിലും പവറിൻ്റെ സ്വാധീനത്തിലും അതിലേക്ക് വീഴാതെ അവരെ കൊണ്ടുപോകുന്നതിൽ വന്നിട്ടുള്ള കുറവുകൾ മാത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നിശ്ചയമായിട്ടും പാർലമെൻ്ററി ഡെമോക്രസിയിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പാർലമെൻറ്റിലും നിയമസഭകളിലും അംഗത്വം കുറയുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ കുറച്ച് ബാധിക്കും. ഏത് പാർട്ടിയായാലും അത് ബാധിക്കും. ആ കുറവ് ഇപ്പം ഉണ്ടായിട്ടുണ്ട്, അതൊരു സത്യമാണ്, അത് നിഷേധിച്ചിട്ട് കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്റ്റാണ്. അത് തിരിച്ചു കൊണ്ടുവരാൻ എങ്ങനെ അത് നമ്മുടെ ഇന്നത്തെ ജനാധിപത്യ സംവിധാനത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ട് ആലോചിക്കേണ്ടത്. അതിന് വേറെ ചെപ്പടി വിദ്യകളൊന്നുമില്ല. അതിന് മാസീവായ ക്യാമ്പയിൻ, ജനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുടെ സ്ട്രഗിൾസ്, അത്തരത്തിലുള്ള നല്ല ഈടുറ്റ പ്രക്ഷോഭങ്ങൾ, അത് കേവലം ഒരു വഴിപാടായി പോകാതെ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങൾക്ക് തന്നെ ബോധ്യപ്പെട്ട് അവരെ ഒരു ക്യാമ്പയിനിലേക്ക്, ഒരു സമരത്തിലേക്ക് നയിക്കാൻ കഴിയുമ്പോഴേ അവരുടെ വിശ്വാസം ആർജിച്ച് നമുക്ക് വരാൻ കഴിയും. എന്നാൽ പോലും തെറ്റായ വാഗ്ദാനങ്ങൾ കൊടുത്ത്, പണം കൊടുത്ത്, മറ്റ് സ്വാധീനങ്ങളൊക്കെ ചെലുത്തി ആ വോട്ടർമാരെ വഴിതെറ്റിക്കാൻ ഇന്നത്തെ ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ സംഘപരിവാർ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനെ നമുക്കെങ്ങനെ തടയാൻ കഴിയും? അതിനെ തടയാൻ കഴിയണമെങ്കിൽ ഇന്ന് ഈ ഫാസിസ്റ്റുകളാണ് അത്തരം മാർഗങ്ങൾ. ഹിറ്റ്ലറും ജർമ്മനിയിൽ വന്നത് തെരഞ്ഞെടുപ്പിൽ കൂടിയാണ് ആദ്യം അധികാരത്തിൽ വരുന്നത്. തെരഞ്ഞെടുപ്പിനെ ആശ്രയിച്ചുകൊണ്ട് വന്നവരാണ് ലോകത്തെ ആ ഫാസിസ്റ്റ് ശക്തികൾ. ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് ഏകാധിപത്യം, ഇലക്ട്രൽ ഓട്ടോക്രസി, അതിപ്പോൾ വ്യക്തമായിക്കൊണ്ടിരിക്കുക. അതിന് പല മാർഗങ്ങൾ അവർ സ്വീകരിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ കൂടി തന്നെ അവരുടെ ആ സ്വേച്ഛാധിപത്യം നിലനിർത്താൻ എങ്ങനെ കഴിയും എന്നതിൻ്റെ വളരെ ബുദ്ധിപൂർവമായ ഒരു റിസർച്ച് അവർ നടത്തിക്കൊണ്ടിരിക്കുക. അതിലാണ് ഈ ഡീലിമിറ്റേഷനിൽ കൂടി സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നത്. പ്രത്യേകിച്ചും നൺ BJP റൂൾഡ് സ്റ്റേറ്റുകളിൽ സീറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട്, ഒരു ബുദ്ധികേന്ദ്രം പ്രവർത്തിക്കുന്നതിൻ്റെ ഫലമായിട്ട് വരുന്നതാണ്. ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ, വോട്ടർ പട്ടികയുടെ
ആ SIR എന്ന് പറയുന്ന ആ റിവിഷനിൽ കൂടി BJPക്ക് അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾക്ക് വോട്ട് ചെയ്യത്തില്ല എന്ന് ഉറപ്പുള്ള ആളുകളുടെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യുക. അപ്പോൾ അത് ഈ തെരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യം നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനുള്ള സംഘപരിവാർ ശക്തികൾ തേടുന്ന പല മാർഗങ്ങളിൽ ഒന്നാണ് ഇത് രണ്ടും. അതിൽ കൂടി ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഞങ്ങൾ ജനാധിപത്യപരമായി തെരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന് പറയുകയും ആ പറഞ്ഞുകൊണ്ട് തന്നെ വോട്ടർമാരെ അതിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യാം. ബീഹാറിലെ ഈ 65 ലക്ഷം ആളുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് വെളിയിൽ പോയി എന്ന് പറയുന്നത് ചെറിയ നമ്പരല്ല. ഒരിക്കലും ഒരു സംസ്ഥാനത്തിൻ്റെ കണക്ക് നോക്കുമ്പോൾ വീണ്ടും അത് ഇന്ത്യയിൽ വ്യാപകമാക്കുമ്പോൾ 2002 ബേസാക്കി കൊണ്ടുവരുന്നത് 2000 ശേഷം വോട്ട് ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ലക്ഷങ്ങളല്ല, കോടികൾ കാണും. ആ ആളുകളെല്ലാം ഇവർ ഇലക്ഷൻ കമ്മീഷൻ പറയുന്ന 12 ഐഡൻറ്റിഫിക്കേഷനിൽ ഏതെങ്കിലുമായിട്ട് പോയി വോട്ട് ചേർക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവരതിനകത്തുണ്ടാകത്തില്ല. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തെ കോടിക്കണക്കിന് ആളുകളെ ഇലക്ട്രൽ പ്രക്രിയയിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയുന്ന കുതന്ത്രങ്ങളാണ് ഇന്ന് ഭരണകൂടം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഒരു കൈത്താങ്ങായി അല്ലെങ്കിൽ അതിനൊരു ചട്ടുകമായി നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനം മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഇതിനെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ബിനോയ് വിശ്വം പറഞ്ഞ ഈ രാഷ്ട്രീയ തെരഞ്ഞെടുപ്പിൻ്റെ വേണ്ടി മാത്രമുള്ള ഒരു മുന്നണിയായിട്ടല്ല ഇന്ത്യ മുന്നണിയെ കാണുന്നത്. അതിനെ ഒരു പൊളിറ്റിക്കൽ അലയൻസായി, ഫാസിസത്തിനെതിരായ എല്ലാ അർത്ഥത്തിലും പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു പൊളിറ്റിക്കൽ അലയൻസായി അതിനെ എങ്ങനെ മാറ്റാൻ കഴിയും എന്നുള്ളത് കൂടി ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ആലോചിക്കേണ്ടുന്ന ഒരു സന്ദർഭത്തിലാണ് രാജ്യം നിൽക്കുന്നത്. അപ്പം ബീഹാറിലെ SIRനെതിരായിട്ടുള്ള ഒരു വലിയ മൂവ്മെൻറ്റ് കൊണ്ടുവന്നതിനകത്ത് രാഹുൽ ഗാന്ധിയുടെ ഒരു സംഭാവനയുണ്ട്, ഇല്ലയെന്ന് പറയാൻ ഒക്കെയില്ല. പക്ഷെ അതെല്ലാവരും ഏറ്റെടുത്തു. അത് വന്നപ്പോൾ രാജ്യം മുഴുവൻ അത് ശ്രദ്ധിക്കപ്പെടുന്ന നിലയിലേക്ക് വന്നു. അത് പതുക്കെ പതുക്കെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കാൻ ഭരണകൂടവും ഇലക്ഷൻ കമ്മീഷനും ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെ ചെറുത്ത് തോൽപ്പിക്കാനുള്ള ഒരു പൊളിറ്റിക്കൽ അലയൻസായിട്ട് കൂടി ഇന്ത്യ മുന്നണി മാറേണ്ടതായിട്ടുണ്ട്. അങ്ങനൊരു സന്ദർഭത്തെക്കുറിച്ച് ആലോചിക്കേണ്ടുന്ന ഒരു ഘട്ടത്തിലാണ് നിൽക്കുന്നത്. ഫാസിസം എല്ലാ രാജ്യങ്ങളിലും ഒരുപോലെ അല്ലല്ലോ, ഒരിക്കലുമല്ല. മുസോളിനി കൈകാര്യം ചെയ്ത ഫാസിസവും ഹിറ്റ്ലറുടെ ഫാസിസവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഫ്രാങ്കോയുടെ ഫാസിസ്റ്റ് രീതിക്കും വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ചെയ്തികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിന് പറ്റിയ തരത്തിലുള്ള ചില സവിശേഷതകളുണ്ട്. അതിനെ ഏതർത്ഥത്തിലും ആ ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയെ ശക്തിപ്പെടുത്തി കൊണ്ടുവന്ന് പരാജയപ്പെടുത്തുക എന്നുള്ളത് നമ്മുടെ പ്രൈമറി പൊളിറ്റിക്കൽ മോട്ടോ ആയിരിക്കണം. അതിന് ഊന്നൽ കൊടുക്കുന്ന നിലയിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയണം. അതാണ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിലെ ആവശ്യം. ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഐഡിയോളജിക്കലായ ഒരു ശോഷണം ഉണ്ടായിട്ടില്ല. അങ്ങനെ ധരിക്കാനും പാടില്ല, ഒരിക്കലുമില്ല. അതിൽ നല്ലതുപോലെ ഉറച്ചു നിൽക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നുണ്ട്. അതെന്തെന്ന് ചോദിച്ചാൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഞാൻ പറയുമ്പോൾ സി പി ഐക്ക് ഏറ്റവും കൂടുതൽ അക്കാര്യത്തിൽ ഈ ഫാസിസ്റ്റ് വിരുദ്ധ മുന്നണി എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളതിലൊരു കാഴ്ചപ്പാടുണ്ടാകുന്നതിൽ അത് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലുമായി ആദ്യം മുതലേ നല്ല ബന്ധമുള്ള ഇന്ത്യയിലെ ഏക പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയാണ്. ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ബന്ധവും ആ ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ നയിച്ച സോവിയറ്റ് യൂണിയനുമായി ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്ന ബന്ധം, ആ ബന്ധമെല്ലാമാണ് അത്തരത്തിൽ വളരെ വ്യക്തതയാർന്ന ചില രാഷ്ട്രീയ ചിന്തകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടാകുന്നതിന് ഇടയാക്കിയത്. അവരുമായിട്ടുള്ള അഭേദ്യമായ ബന്ധം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിരുന്നത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെല്ലാൻ കഴിഞ്ഞത്. ഇപ്പോഴും ലോക കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഒരു സംഘടനയായിട്ടില്ലെങ്കിലും ലോകത്തെ മിക്കവാറും രാജ്യങ്ങളിലെ വർക്കിംഗ് ക്ലാസിൻ്റെ പാർട്ടികൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒക്കെ തമ്മിലുള്ള ഒരു പൊതു പ്ലാറ്റ്ഫോം, അതിനുവേണ്ടി ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്നുണ്ട്.
ലോകത്തെ ഇതര കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആശയവിനിമയത്തിൻ്റെ ഒരു പൊതുവേദി മാത്രമേ ഇപ്പോൾ നിലവിലുള്ളൂ. അതുകൊണ്ട് ലോക സാഹചര്യങ്ങളെ കൃത്യമായി അപഗ്രഥിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്താനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ ആശയപരമായ കരുത്തിനെക്കുറിച്ചും വ്യക്തതയെക്കുറിച്ചും തീർച്ചയായിട്ടും സി പി ഐക്ക് അവകാശപ്പെടാവുന്ന പാർട്ടി തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ സഖാവ് പ്രകാശ് ബാബു ഇപ്പോൾ പറഞ്ഞപ്പോൾ ഒരു കാര്യമുണ്ട്. നമുക്കൊരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന ഇന്ത്യയിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്നു. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും സി പി ഐക്ക് നിയമസഭയിൽ, എല്ലാ സംസ്ഥാനങ്ങളിലെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ ഉൾപ്പെടെയുള്ള ബീഹാറും യു പിയും പഞ്ചാബും രാജസ്ഥാനും ഉൾപ്പെടെയുള്ള നിയമസഭകളിൽ പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. മിക്കവാറും സംസ്ഥാനങ്ങളിൽ നിന്ന് പാർലമെൻറ്റ് മെമ്പർമാരുണ്ടായിരുന്നു. ഒരു ഏറ്റവും കരുത്തരായ രാഷ്ട്രീയ പാർട്ടികളുടെ രണ്ടാമത്തെ രാഷ്ട്രീയ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെയായിരുന്നു. പക്ഷേ ഒരുപാട് രാഷ്ട്രീയ സംഭവവികാസങ്ങൾ കഴിഞ്ഞ 10-30 വർഷക്കാലത്ത് ഇന്ത്യയിൽ സംഭവിച്ചു. അങ്ങനെ എല്ലാ പാർട്ടികളുടെയും കരുത്ത് ചോർന്നത് ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രൊപ്പോർഷനേറ്റായിട്ട് അതിനനുസരിച്ചാണ് കുറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇപ്പോഴുള്ള അടിയന്തര കടമ എന്താണ്? സംഘടനാപരമായി ഈ സമരങ്ങൾ നയിക്കാനും കൂടുതൽ ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ അത് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ഇനിഷ്യേറ്റീവ് എടുക്കാനുമൊക്കെ നമ്മളെങ്ങനെയാണ് അത് നമ്മുടെ സംഘടനാപരമായ ഒരു കരുത്ത് എങ്ങനെയാണ് നമ്മൾ തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ്. ഒരു പാർട്ടിയുടെ ശക്തി അളക്കുന്ന കാര്യത്തിൽ പാർലമെൻറ്റിൽ അതിൻ്റെ അംഗസംഖ്യ ഒരു ഘടകമാണ്. പക്ഷേ അതുകൊണ്ട് മാത്രം അളക്കേണ്ട ഒന്നല്ല പാർട്ടിയുടെ കരുത്ത്, അതിൻ്റെ കരുത്തില്ലായ്മ. വളരെ ശരിയാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അതിൻ്റെ പാർലമെൻ്ററി പ്രസൻസിൽ ആ പഴയ പ്രതാപം ഇന്നില്ല, സത്യമാണ്. പക്ഷെ എല്ലാം ചോർന്നു പോയി എന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഒന്നുമില്ലെന്ന് ആരും പറയില്ല, ശത്രുക്കൾ പോലും പറയില്ല. ഇന്ത്യൻ ജനങ്ങളുടെ ഇന്നത്തെ പോരാട്ടങ്ങളുണ്ട്, ജീവിത പോരാട്ടങ്ങൾ, ജീവിക്കാൻ വേണ്ടിയുള്ള മനുഷ്യൻ്റെ അദമ്യമായ ദാഹം അഴിച്ചുവിട്ട പ്രക്ഷോഭങ്ങൾ. അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ടോ, ഇടതുപക്ഷമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഉദാഹരണമാണ് കർഷക സമരം. ആ സമരത്തിൽ ഒരിക്കലും പൊറപ്പിക്കാനാകാത്ത അത്രയും പിന്തിരിപ്പനായിട്ടുള്ള കർഷകനെയും ഇന്ത്യൻ കർഷക വ്യവസ്ഥയുടെയും കാർഷിക മേഖലയുടെയും ഭാവിയെ തകർക്കുന്ന നിയമങ്ങളുമായിട്ട് മോദി ഗവൺമെൻറ് വന്നു. ആരെല്ലാം എതിർത്താലും ശരി നടപ്പിലാക്കുന്ന വാശി പിടിച്ചു പറഞ്ഞു അവർ. അതിനെ ചോദ്യം ചെയ്തിട്ട് കർഷകർ രംഗത്ത് വന്നു. ഇന്ത്യയിലെ കർഷകർ മുഖ്യ പങ്ക് വഹിച്ചത് പഞ്ചാബിലെ കർഷകരാണ്. ഡൽഹിയിൽ അവർ പ്രക്ഷോഭത്തിൻ്റെ പുതിയൊരു അരങ്ങുണ്ടാക്കി. അരങ്ങല്ല, അത് ഒരു സമരമുഖം എന്ന് വിളിക്കണം അതിനെ. നേരിട്ട് ഞാൻ കണ്ടവരാണ്. ഒരു കൊല്ലക്കാലം നീണ്ടു നിന്ന സമരത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും അവിടെ ഞാൻ ഉണ്ടായിരുന്നു. രാവും പകലും ആയി പലപ്പോഴും ഞാൻ അവിടെ ഉണ്ടായിട്ടുണ്ട്. പല ദിവസങ്ങളിലും ഞാൻ അവിടെ ഉറങ്ങിയിട്ടുണ്ട്. അവരുടെ കൂടെ ഭക്ഷണം പാകം ചെയ്തിട്ടുണ്ട്. ഞാൻ കണ്ടതാണ്. കൊടും തണുപ്പ് വന്നു, അവർ പുറകോട്ട് പോയില്ല. കനത്ത മഴ പെയ്തു, അവർ പിൻവാങ്ങിയില്ല. കൊടും ചൂട് വന്നു, പതറിപ്പോയില്ല അവർ. കൊടുക്കാറ്റാഞ്ഞു വീശിയപ്പോൾ പലരും പറഞ്ഞു പിടിച്ചു നിൽക്കാൻ പറ്റില്ല, അവർ ഈ ടെൻ്റെല്ലാം അഴിച്ച് മറ്റിക്കൊണ്ട് പോകുന്നു. ട്രാക്ടറിൻ്റെ മുകളിലല്ല, വൈജു കണ്ടത് കാണും, ട്രാക്ടറിൻ്റെ മുകളിലാണ് ടെൻ്റ് ഉണ്ടാക്കുന്നത്. അല്ല, വൈക്കോല് വിളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഉറങ്ങുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക സുഖമുണ്ട്. ഒരുപാട് പേര് ഒരുമിച്ചുറങ്ങുന്നു. വൈക്കോലിൻ്റെ കടക്കയാണ്. എല്ലായിടത്തും തണുപ്പ് കാലത്ത് തീക്കുണ്ടങ്ങൾ ഉണ്ടാക്കി വയ്ക്കും ചൂടിന് വേണ്ടി. ആൾക്കാർ കാവൽ നിൽക്കും ഈ തീ ആളിപ്പെട്ടാതിരിക്കാൻ വേണ്ടി. നല്ലൊരു സിസ്റ്റമായിരുന്നു അത്. ഇതെല്ലാം കർഷകരുണ്ടാക്കിയതാണ്. എല്ലാ പ്രതികൂല കാലാവസ്ഥ വന്നപ്പോഴും അവർ പതറിപ്പോയിട്ടില്ല. ഗവൺമെൻറ് കരുതിയത് ഓരോ തവണയും കരുതി അവർ പിന്തിരിഞ്ഞു പോയില്ല. അവസാനം എന്നുണ്ടായി, അവർ ജയിച്ചു, സർക്കാർ തോറ്റു. പിൻവലിക്കില്ല എന്ന് ഗവൺമെൻറ് പറഞ്ഞ നിയമങ്ങളെല്ലാം പിൻവലിച്ചു. രണ്ടും ഞാൻ കണ്ടവരാണ്. പാസ്സാക്കാൻ വേണ്ടി വന്ന വരവും ഞാൻ കണ്ടു, പിന്നെ ഇതിൽ അവഗണിച്ചത് ഞാൻ കണ്ടു. ഒരിക്കൽ പെട്ടെന്ന് വന്നിട്ട് അരങ്ങവും ഞാൻ കണ്ടു. പിൻവലിക്കുന്നു എന്ന് പറഞ്ഞത് ഞാൻ കണ്ടതാണ്. അതാരുടെ വിജയമാണ്? കർഷകൻ്റെ വിജയമാണ്. ഒരു വർഗം എന്ന നിലയ്ക്ക് ഇന്ത്യയിലെ കർഷകർ കഴിഞ്ഞ വർഗ പോരാട്ടമാണത്, രാഷ്ട്രീയ പോരാട്ടമാണത്. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞ പാർട്ടി ഒരു അല്ലെങ്കിൽ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കാളിത്തമുണ്ട്. ഇടതുപക്ഷം കൊടുത്ത പിന്തുണയുണ്ട്. ആ പിന്തുണ കൊണ്ടാണ് ഒരുപാട് പേരോട് എത്തിച്ചേർന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. മഹാരാഷ്ട്രയിൽ ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ആ ലോങ് മാർച്ച് മറക്കാൻ പറ്റുമോ?
നാസിക് മുതൽ ബോംബെ വരെയുള്ള ആ വലിയ മാർച്ച് മറക്കാൻ പറ്റുമോ? ഏറെയും കുറഞ്ഞു CPIയും CPMും എല്ലാം അതിൽ പങ്കുവച്ചിട്ടുണ്ട്. ചില പങ്കിന് ചിലയിടത്ത് ഏറ്റവുമുണ്ട്, ചിലപ്പോൾ ഇറക്കവും ഉണ്ടായിട്ടുണ്ട് ചില പാർട്ടികൾക്ക്. ഇന്ന പാർട്ടിയുടെ ഏറ്റം, ഇന്ന പാർട്ടിയുടെ ഇറക്കം എന്നല്ല ഞാൻ പറയുന്നത്. ഏത് പാർട്ടിയെ വാങ്ങട്ടെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്ക് അതിനകത്തുണ്ട്. കമ്മ്യൂണിസ്റ്റുകാർ പങ്കുവഹിക്കുന്ന കിസാൻ സഭകൾ, CPIയുടെയും CPMൻ്റെയും കിസാൻ സഭകൾക്ക് ഒരേ പേരാണ്, AIKS. ഇടയ്ക്ക് ഞാൻ പറയാം സന്ദർഭികമായിട്ട്, ഇതെല്ലാം ഒന്നാകുന്നതിനെ പറ്റി ചിന്തിക്കാൻ കാലമായി. കർഷകർക്ക് വേണ്ടിയുള്ള സമരം ചെയ്യാൻ വേണ്ടി ഒരേ പേരിൽ 2 സംഘടന വേണമോ എന്ന് ചിന്തിക്കാൻ കാലമായി. നിൽക്കട്ടെ, ആ പങ്കുണ്ട്. AIKSകൾ രണ്ടും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പഞ്ചാബിൽ ആ പങ്ക് ഏറെ വഹിച്ചത് CPIയുടെ AIKS ആണെങ്കിൽ മഹാരാഷ്ട്രയിൽ ആ പങ്ക് ഏറെ വഹിച്ചത് CPMൻ്റെ AIKS ആയിരുന്നു. പക്ഷെ കർഷകരുടെ ഈ പ്രസ്ഥാനത്തിൽ വലിയ പങ്ക് വഹിച്ചുവിടുന്ന പക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, ചെറിയ കാര്യമല്ല. ആ പ്രക്ഷോഭത്തിന് മോദി ഗവൺമെൻറ്റിനെ കൊണ്ട് മുട്ടുകുത്തിക്കാൻ വരെ കെൽപ്പുണ്ടായി. അതാണ് വലിയ കാര്യം. അത് കെട്ടുപോയിട്ടില്ല. ആ പ്രക്ഷോഭത്തിൻ്റെ ആവേശം തുടരുകയാണ്. ഇപ്പോൾ ചണ്ഡീഗഡിലെ കോൺഗ്രസിൻ്റെ വിജയം, ആരംഭം കുറിച്ചുകൊണ്ട് നടത്തിയ മഹാപ്രകടനം, അതിൽ പങ്കാളിത്തം നോക്കിയാൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് കൃഷിക്കാരാണ്. അതും ദരിദ്ര കർഷകർ, ആണും പെണ്ണുമായിട്ടുള്ള കർഷകർ, പാവപ്പെട്ട കർഷകർ ഒരു പുതിയ പ്രതീക്ഷയോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചുറ്റും അണിചേർന്ന കാഴ്ചയാണ് ചണ്ഡീഗഡിൽ കണ്ടത്. പഞ്ചാബിലെ പാർട്ടി ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ചർച്ച ആരംഭിച്ചപ്പോൾ ഏറ്റെടുക്കാൻ മടിച്ച ഒരു പാർട്ടിയാണ്. മറന്നുകൊണ്ടുമല്ല, അത് പറ്റുമോ എന്ന ആശങ്ക അവർക്കുണ്ടായിരുന്നു. അതിൻ്റെ ചർച്ചകളിലൊക്കെ എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും ഞങ്ങളൊക്കെ പറയേണ്ടി വന്നു, നിങ്ങൾ ഏറ്റെടുക്കുക നിങ്ങളിപ്പോൾ. കാരണം ഒരു പാർട്ടിയെ കൊണ്ടത് വടക്ക് വേണം, എപ്പോഴും തെക്ക് തന്നെയായി പോരാ, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, ദക്ഷിണേന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് പാർട്ടിക്ക് ആവശ്യമാണ് ഇപ്പോൾ തെക്കേ ഇന്ത്യ അല്ലാതെ വടക്കേ ഇന്ത്യയിൽ വെച്ച് ഒരു പാർട്ടി കോൺഗ്രസ്. ആ വാദത്തിൻ്റെ പുറകിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നല്ലവണ്ണം അവരെ സ്വാധീനിച്ചിട്ടുണ്ട്. സ്നേഹിച്ച് സമ്മർദ്ദം കൊണ്ട് അത് അംഗീകരിപ്പിച്ചതാണ്. പക്ഷേ വർക്കൊരു ഘട്ടമായപ്പോഴത്തേക്കും പഞ്ചാബിലെ സഹാക്കൾ പറഞ്ഞു, നിങ്ങളുടെ ആരുടെയും ഒരു പിന്തുണയും ഞങ്ങൾക്ക് വേണ്ട, നിങ്ങളുടെ ആശയങ്ങളുടെ പിന്തുണയും വേണ്ട, സാമ്പത്തിക പിന്തുണയും വേണ്ട, ഒന്നും ഞങ്ങൾക്ക് വേണ്ട. ജനങ്ങളെ ഞങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു, അവർ ഞങ്ങളെ നല്ലവണ്ണം സഹായിക്കുന്നുണ്ട്, ഒരു പ്രശ്നവും ഉണ്ടാവില്ല. അക്ഷരം പ്രതി ആ വിശ്വാസം ശരിയായിരുന്നു, ഒന്നിനും കുറവുണ്ടായില്ല. അതെല്ലാം കൃഷിക്കാർക്ക് കൊടുത്തു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്. പഴയ ഭഗത് സിംഗിൻ്റെ മണ്ണിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളിൽ വലിയ പങ്ക് വഹിച്ച എത്രയോ പേരുണ്ട് ഓർക്കാൻ. ഇന്ത്യയിൽ നിന്ന് പഞ്ചാബിനെ വെട്ടിമുറിച്ച് മാറ്റാൻ നടന്ന ഖലിസ്ഥാൻ പ്രക്ഷോഭം, മതതീവ്രവാദത്തിൻ്റെ ഒന്നാമത്തെ അരങ്ങേറ്റമാണ് നമ്മൾ കണ്ടത്. അതിനെ ചെറുത്തുകൊണ്ട് പോരാടിയ പാർട്ടി അതാ CPI. അല്ലെങ്കിൽ 400-ൽ പരം സഹാക്കൾ, CPI സഹാക്കൾ, നേതാക്കന്മാരടക്കം വെടികൊണ്ടക്കിനെ മരിച്ച മണ്ണാണ് പഞ്ചാബിലെ മണ്ണ്. ദർശൻ സിംഗ് കനേഡിയൻ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം മുതൽ താഴെയുള്ള സാധാരണ സഹാവ് വരെയുള്ള എത്രയോ പേരാ മരിച്ചു വീണത്. അതിൻ്റെ എല്ലാം ചൈതന്യമുണ്ട് ആ മണ്ണിൽ. അതിനെല്ലാം തിരിച്ചു പിടിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചപ്പോൾ ജനങ്ങൾ കൂടെ ഒഴുകി വന്നു. എനിക്ക് പറയാൻ കഴിയുന്നത്, വ്യക്തിപരമായിട്ട് എൻ്റെ ഇംപ്രഷൻ, ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള അനുഭവം എന്ന് ചോദിച്ചാൽ ഞാൻ പറയും ആ റാലിയാണ്. ജനങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഏറ്റെടുത്തിരിക്കുന്നു. പാവപ്പെട്ട മനുഷ്യർക്ക് ഈ പാർട്ടിയെ വിശ്വാസമാണ്, അവർക്ക് ഈ പാർട്ടിയെ വേണം. അത് ബോധ്യപ്പെടുത്തി നട്ടുച്ച വെയിലത്ത് 10,000-കണക്കിന് സഖാക്കൾ അവിടെ തടിച്ചുകൂടി. വലിയ കാര്യമാണ്. ഇതിൻ്റെ സ്വാധീനത്തിൻ്റെ കാരണം ഈ കർഷക സമരമാണ്, കർഷക പ്രസ്ഥാനമാണ്. AITUC തൊഴിലാളി രംഗത്തൊരു വലിയ പ്രസ്ഥാനമാണത്. BMS കഴിഞ്ഞാൽ അത് മിക്കവാറും അടുത്ത സ്ഥാനത്തേക്ക് വന്നേക്കുമെന്ന് പറയപ്പെടുന്നു. അടുത്ത റെഫറൻഡത്തിൽ എന്ന് പറയപ്പെടുന്നു. എന്തെല്ലാം കുറവുകൾ നമുക്കുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ടത്. കാരണം നമ്മൾ വേണ്ടതുപോലെ അവരെ രാഷ്ട്രീയ ബോധം പഠിപ്പിക്കുന്നില്ല, ആ കുറവുണ്ട്. പക്ഷെ ചെങ്കുടി പിടിക്കുന്ന പ്രസ്ഥാനങ്ങളിൽ ഇന്ത്യയിലെ ഒന്നാം സ്ഥാനത്തുള്ളത് AITUC ആണ്, പിന്നെ CITU ആണ്.
അങ്ങനെ നോക്കിയാൽ ആ രംഗത്തുള്ള സ്വാധീനം ചെറുതല്ല. കർഷകരുടെ, തൊഴിലാളികളുടെ, വിദ്യാർത്ഥികളുടെ, ചെറുപ്പക്കാരുടെ, സ്ത്രീകളുടെ, ആദിവാസികളുടെ, ദളിതരുടെ എല്ലാ സമരമുഖങ്ങളിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ഈ കൊടിയുമുണ്ട്. അതുകൊണ്ട് ഇലക്ഷനിലെ എണ്ണം മാത്രം നോക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജാതകം എഴുതണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് നല്ല ബോധ്യമുണ്ട് ആ രംഗത്തും കുറവുകളുണ്ട്, അത് നികത്തേണ്ടതാണ്. പാർലമെൻ്ററി പ്രസിഡൻസ് പ്രധാനപ്പെട്ട ഒന്നാണ്, അതിന് ശ്രമിക്കുകയും വേണം പാർട്ടി. പക്ഷെ എല്ലാം കൈവിട്ടു പോയിട്ടില്ല. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും പ്രതീക്ഷ അർപ്പിക്കേണ്ട ഒരുപാട് ഘടകങ്ങളുണ്ട് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക്. അത് കാണണം. അവിടെ എനിക്ക് ഏറ്റവും ഊന്നിപ്പറയാൻ തോന്നുന്ന കാര്യം, പ്രകാശ് ഭവനും മനസ്സിൽ കാണുന്ന മുദ്രാവാക്യം, പുതുച്ചേരി പാർട്ടി കോൺഗ്രസിൻ്റെ കോളുണ്ട്, ആഹ്വാനമുണ്ട്, റീകണക്ട് വിത്ത് ദ പീപ്പിൾ എന്നാ പറഞ്ഞത്. എനിക്ക് വളരെ ഇൻസ്പയറിംഗ് ആണ് അന്നും ഇന്നും. അന്ന് ഞാൻ പങ്കെടുത്ത എല്ലാ പാർട്ടി മീറ്റിങ്ങുകളിലും പറഞ്ഞ കാര്യം അത് തന്നെയാണ്. അതാണ് പാർട്ടിക്ക് വേണ്ടത്, റീകണക്ട് വിത്ത് ദ പീപ്പിൾ. അതിന് പാർട്ടിയുടെ ഒരു നീതിബോധമുണ്ട്, ഓണസ്റ്റിയുണ്ട്. പാർട്ടി സമ്മതിക്കുകയാണ് ആ ബന്ധത്തിൻ്റെ കണ്ണി പോയിരിക്കുന്നു. അതുകൊണ്ട് റീകണക്ട് എന്നാ പറയുന്നത്, നോട്ട് കണക്ട് എന്ന് മാത്രം പറയാതെ റീകണക്ട് എന്ന് പറഞ്ഞത് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അതാണ് CPI. ആ ബന്ധം വീണ്ടും വിളക്കി ചേർക്കാൻ പറ്റിയാൽ, ഈ കണക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് കുതിച്ചു കയറാൻ പറ്റും. ഇന്ത്യക്ക് അത് ആവശ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു സാഹചര്യം, നമ്മുടെ പാർട്ടി എപ്പോഴും പറയുമല്ലോ, വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ പറ്റി പറയും, അതുപോലെ സബ്ജക്റ്റീവ് കണ്ടീഷൻസ് പറയും. ഒബ്ജക്റ്റീവായ കണ്ടീഷൻസ് അവിടെ ഉണ്ട്. സബ്ജക്റ്റീവായ കണ്ടീഷൻ എന്താ? പാർട്ടിയുടെ ആർ വി എക്വിപ്ഡ്, നാം സജ്ജമാണോ? ആർ വി പ്രിപ്പയർഡ്, നാം തയ്യാറെടുത്ത് കഴിഞ്ഞോ? ആ ചോദ്യമുണ്ട്. സബ്ജക്റ്റീവായിട്ടുള്ള ആ ഭാഗത്ത് നമുക്ക് വീഴ്ചകളും കുറവുകളും ഉണ്ടായിരിക്കാം. എങ്കിൽ പോലും വസ്തുനിഷ്ഠമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകേണ്ട സാഹചര്യങ്ങളുള്ള, ആവശ്യകതയുള്ള ഇന്ത്യയിൽ ഈ പറയുന്ന ആത്മനിഷ്ഠ ഘടകം കൂടി സജ്ജമാക്കി കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഈ കുഴപ്പത്തെ, ഇത് കുഴപ്പമല്ല, ഈ ഒരു സ്റ്റാറ്റസ് കോ നിങ്ങളെപ്പോഴും പറഞ്ഞ വാക്കാണ് പാർട്ടി കോൺഗ്രസ്സുകളിൽ. ഒന്ന്, നമ്മൾ ആദ്യം പറഞ്ഞത് ഒരു കെട്ടിക്കിടപ്പെന്താ പറഞ്ഞത്, മുന്നോട്ട് പോകുന്ന നിശ്ചലാവസ്ഥ, സ്റ്റാറ്റസ് കോ ഇത് മുമ്പോട്ട് പോകുന്നില്ല. നമ്മൾ പിന്നെ പറഞ്ഞ വാക്കെന്താ, കുറേ കാലം കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ദ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റ് ഓഫ് ദ കൺട്രി ഇൻക്ലൂഡിങ് CPI ഈസ് ഫേസിങ് എ ക്രൈസിസ് എന്നാണ് പറഞ്ഞത്. ഒരു പ്രതിസന്ധിയാണ്, വളർച്ചയുടെ മുരടിപ്പാണ് കാണിച്ചത്. ആ പ്രതിസന്ധിയെ മുറിച്ച് കടക്കാൻ പറ്റും. മുറിച്ച് കടക്കാൻ വേണ്ടത് ജനങ്ങളുടെ പിന്തുണയാണെങ്കിൽ അതിവിടെ ഉണ്ട്, ഐഡിയോളജി ആണെങ്കിൽ നമുക്കതുണ്ട്, രാഷ്ട്രീയ വ്യക്തത നമുക്കതുണ്ട്, സംഘടന നമുക്ക് വേണ്ടത്രയില്ല. എല്ലാ ഒബ്ജക്റ്റീവായ കണ്ടീഷനും ഒരുക്കാൻ ആവശ്യമായിട്ടുള്ള മറ്റ് പല ഘടകങ്ങളും സജ്ജമായിരിക്കെ സംഘടനാപരമായിട്ടുള്ള വീഴ്ചയുടെ ഒരു പ്രശ്നം നമുക്കുണ്ടെന്ന കാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാണണം. എല്ലായിടത്തും ഉണ്ടെങ്കിൽ ആ തിരുത്തൽ എല്ലായിടത്തും വേണം. അത് പറ്റിയാൽ, സാധിച്ചാൽ, വിജയിച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റും. ഈ ഒരു ആത്മവിശ്വാസത്തിൻ്റെ കോൺഗ്രസ്സാണ് കഴിഞ്ഞത്. സ്റ്റേറ്റ് സമ്മേളനത്തിൻ്റെയും സാരാംശം അതാണ്. ഒറ്റ വാചകത്തിൽ പാർട്ടി കോൺഗ്രസിനെ പറ്റി പറഞ്ഞാൽ, സ്റ്റേറ്റ് സമ്മേളനത്തെ പറ്റി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ഐക്യത്തിൻ്റെയും അതുപോലെ തന്നെ കോൺഫിഡൻസിൻ്റെ, ആത്മവിശ്വാസത്തിൻ്റെയും കോൺഗ്രസ് ആയിരുന്നു കഴിഞ്ഞു പോയത്. അതിൻ്റെ സ്റ്റേറ്റ് സമ്മേളനം ഒരു ആലപ്പുഴ സമ്മേളനം. ഈ ആത്മവിശ്വാസത്തിൻ്റെ പുറത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ധൈര്യമായിട്ട് നിൽക്കാം. ഈ അടിത്തറ കനപ്പെട്ട ഒന്നാണ്. ജനങ്ങളുടെ പിൻബലത്തിൻ്റെ കരുത്താണത്. സഹാക്കളുടെ വിശ്വാസം, പ്രതീക്ഷ, അതിൻ്റെ കരുത്താണത്. അതിനോട് നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് നീതി കാണിക്കാൻ പറ്റണം. അവരെക്കാളും വലുതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. ജനങ്ങളാണ് വലിയവർ, അവരാണ് യജമാനന്മാർ. അവരെ വലുതായി കണ്ടുകൊണ്ട് അവർക്ക് വഴങ്ങിക്കൊണ്ടും അവരുടെ എല്ലാ പ്രതീക്ഷയ്ക്കും ഇണങ്ങും വിധത്തിലുള്ള പാർട്ടിയെ കെട്ടിപ്പടുക്കാനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വന്നാൽ പഞ്ചാബിൽ കണ്ടതുപോലെ ജനങ്ങൾ കൂടെ വരും, എവിടെയും വരും. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇനിയുള്ള കാലം ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തന പദ്ധതികളെപ്പറ്റി ചിന്തിക്കേണ്ട കാലമാണ്. ആ കാലം അതിക്രമിച്ചിരിക്കുന്നു.
പക്ഷേ അത് നമ്മൾ ചെയ്യും, നമ്മൾ വലുതാകും, മുന്നോട്ട് പോകും. അതാണ് കേരളത്തിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് മുമ്പിൽ ഈ കാലം അർപ്പിച്ചിരിക്കുന്ന മുഖ്യമായ കർത്തവ്യം. ഒരു ചോദ്യം കൂടി ചോദിച്ചത് അവസാനിപ്പിക്കാം. ഇപ്പോൾ ഐക്യത്തെക്കുറിച്ച് സഖാവ് ബിനോയ് പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ നാളുകളായി CPIയിലുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ സമ്മേളനം കഴിഞ്ഞ് പോലും നമ്മുടെ മാധ്യമങ്ങൾ ഇങ്ങനെ എഴുതിക്കൊണ്ടേയിരിക്കുന്നു. എനിക്ക് വളരെ വർഷക്കാലമായി, ഒരു 19 വർഷക്കാലമായി നേരിട്ട് പരിചയമുള്ള, ഒരുപക്ഷെ അടുപ്പമുള്ള 2 നേതാക്കന്മാരാണ് നിങ്ങൾ രണ്ടുപേരും. എൻ്റെ മൂത്ത സഹോദരന്മാരെ പോലുള്ള 2 പേർ. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള സ്നേഹവും ഐക്യവും ഒക്കെ ഞങ്ങൾക്കെല്ലാം അറിയാം. എന്താണ് ഈ മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ എഴുതുന്നത്? നിങ്ങൾക്ക് 2 പേർക്കും അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? മാധ്യമങ്ങൾ എന്തുകൊണ്ട് എഴുതുന്നു എന്ന് അവരോട് തന്നെ ചോദിച്ചാലേ അതറിയാൻ കഴിയും. അതിലേക്ക് പാർട്ടിയിൽ പൂർണ്ണ യോജിപ്പോടുകൂടി പോകണമെന്ന കാഴ്ചപ്പാടോടുകൂടിയേ ഞങ്ങൾ പാർട്ടി സഹാക്കളെ നയിച്ചിട്ടുള്ളൂ. വ്യത്യസ്തമായ സമീപനങ്ങൾ, അഭിപ്രായ വ്യത്യാസങ്ങൾ പാർട്ടിയിൽ സ്വാഭാവികമായിരിക്കും. വ്യത്യസ്തമായി പാർട്ടി സഹാക്കളെ കൊണ്ടുപോകാൻ ഞങ്ങളാരും ഒരിക്കലും ശ്രമിച്ചിട്ടില്ല, ശ്രമിക്കുകയുമില്ല. എല്ലാവരെയും യോജിപ്പിച്ച് ഒരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, പാർട്ടിയുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊണ്ട പ്രവർത്തന ശൈലിയാണ്. അങ്ങനെ ഒരുമിപ്പിച്ച് കൊണ്ടുപോകാൻ വേണ്ടി മാത്രമേ അത് ശ്രമിച്ചിട്ടുള്ളൂ. അതിൽ വ്യത്യസ്തമായ ചില ധാരണകളുള്ള ആളുകൾ അത് പക്ഷം പിടിച്ച് അങ്ങനെ പത്രങ്ങളിൽ വാർത്ത ചോർത്തി കൊടുക്കുകയോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഫലമായി മാത്രം അതൊക്കെ ഉണ്ടാകുന്നതായിരിക്കും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരെ യുണൈറ്റഡാണ്. അത് ആ ജില്ലാ സമ്മേളനങ്ങളിലും സംസ്ഥാന സമ്മേളനങ്ങളിലും നല്ലതുപോലെ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ യോജിപ്പോടുകൂടി തന്നെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുമെന്നാണ്. ചെറിയ ചെറിയ അവസരങ്ങൾ ഏതെങ്കിലും തരങ്ങളിൽ താഴെത്തട്ടിലോ അല്ലെങ്കിൽ വ്യക്തി കേന്ദ്രീകരിച്ചോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിഷ്പ്രഭമാക്കുന്ന സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് അതൊന്നും ഈ സംഘടനയുടെ നൽപ്പിനെ, അതിൻ്റെ നന്മയെ ബാധിക്കുകയില്ല എന്ന് തന്നെയാണ് എൻ്റെ പൂർണ്ണമായ വിശ്വാസം. അതുകൊണ്ട് തന്നെ പാർട്ടിക്ക് നല്ല കരുത്തോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്താണ് സഖാവ് ബിനോയ്ക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത്? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഐക്യമെന്താ? നിലപാടുകളിലെ ഒരുമയാണ്, സമീപനങ്ങളിലെ ഒരുമയാണ്, രാഷ്ട്രീയ കാഴ്ചപ്പാടിലെ ആശയങ്ങളുടെ ഒരുമയാണ്, പാർട്ടിയുടെ സംഘടനയുടെ ലക്ഷ്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി കാണിക്കേണ്ട ഒരുമയാണ്. ഇത് CPIക്കകത്തുണ്ട്. എല്ലാ വിഷയങ്ങളിലും എല്ലാവരും എപ്പോഴും ഒരു വര വരച്ചിട്ട് അങ്ങനെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ്, അത് കൃത്രിമമാണത്. ആ കൃത്രിമത്വം വേണ്ട. പക്ഷെ നമ്മുടെ പാർട്ടി, ജനങ്ങളുടെ പാർട്ടി, മുന്നോട്ട് പോകേണ്ട പാർട്ടി, ആ പാർട്ടിക്ക് വേണ്ടി നമ്മൾ ഒന്നിച്ച് നിൽക്കണം. ഈ ചിന്തയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഐക്യത്തിൻ്റെ സ്ഥാനം. CPIക്കകത്ത് ആ ബോധ്യമുണ്ട്. ആ ബോധ്യം കൊണ്ടേ പാർട്ടി വലുതാകും. പാർട്ടിക്ക് ഇന്നുള്ള കടമകൾ ഏറ്റെടുക്കാൻ പറ്റൂ. അത് പൊതുബോധമായി പാർട്ടി ഏറ്റെടുത്തിട്ടുണ്ട്. പൊതുബോധം അപൂർവം ചില ആൾക്കാർക്ക് ഒരുപക്ഷെ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ കണ്ടേക്കാം, ഇഷ്ടപ്പെടാത്തവർ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അകത്ത് കടന്നുകൂടുന്ന ദുഷിച്ച പ്രവണതകളെ പറ്റി പാർട്ടി എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് അനുവദനീയമല്ലാത്ത അന്യവർഗ വാസനകളെന്ന് പാർട്ടി വിളിക്കുന്ന ടെൻഡൻസീസ്, പ്രവണതകളുടെ ഭാഗത്ത് നിൽക്കുന്ന അപൂർവം പേര് ഈ പാർട്ടിക്കകത്തും കണ്ടുകൂടി കാണാം. പക്ഷെ താരതമ്യേന അത് കുറഞ്ഞു വരുന്നു. മനുഷ്യൻ്റെ പാർട്ടിയല്ലേ ഇത്? മറ്റേത് പാർട്ടിയേക്കാളും അത്തരക്കാരുടെ പങ്കാളിത്തം കുറവാണ് ഈ പാർട്ടി. പക്ഷേ അത്തരക്കാരുണ്ടായിരിക്കാം. പക്ഷെ അവരുടെ നല്ല ഈ പാർട്ടി, ഈ പാർട്ടിയെ കൊണ്ടുപോകാനോ വഴിതെറ്റിക്കാനോ അവർക്കാകില്ല. ഈ പാർട്ടി സമീപനങ്ങളിലെ ആശയങ്ങൾ പാർട്ടിക്കകത്ത് പറയാം എന്ന് ചിന്തിക്കുന്ന പാർട്ടിയാണ്. എല്ലാ സമ്മേളനങ്ങളും ഞങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരിടത്തും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചർച്ചകളെ വിലക്കിയിട്ടില്ല. മാത്രമല്ല, എല്ലാ സമ്മേളനങ്ങളും ഞങ്ങൾ പറഞ്ഞ കാര്യം എന്താ? ചർച്ചകൾ വേണമെന്നാണ്. സമ്മേളനങ്ങളൊന്നും നേതാക്കന്മാർക്ക് ജയം പാടാൻ വേണ്ടി അല്ലെന്നാണ് പറഞ്ഞത്. നേതാവ് ജയിക്കട്ടെ എന്ന് പറയേണ്ട പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ജനങ്ങൾ ജയിക്കട്ടെ എന്ന് പറയേണ്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ആ ജനങ്ങളുടെ വിജയത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ പങ്കുവയ്ക്കേണ്ട പാർട്ടിക്കകത്ത് ഐക്യം കൂടിയേ തീരും. ഈ ഐക്യത്തെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയിൽ ഐക്യമായിട്ട് കാണുന്നത്. അത് പാർട്ടിക്കകത്തുണ്ട്, ഇനിയും ഉണ്ടാകും. ആ വഴിക്ക് പാർട്ടിക്ക് പോകാൻ പറ്റും. ഇന്നത്തെ ഇന്ത്യയും കേരളവും ആവശ്യപ്പെടുന്ന ശക്തിയുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പോരാട്ട വീരമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രകടനശേഷി ആർജിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി, അത് വേണമെന്നുണ്ടെങ്കിൽ
ഐക്യം വേണം. അത് പാർട്ടിയുടെ പൊതുബോധ്യമായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അത് ഇഷ്ടപ്പെടാത്തവർ കാണും. പാർട്ടിക്കകത്ത് അങ്ങോ ഇങ്ങോ ചിലപ്പോൾ ഉള്ള അത്തരക്കാർ അറിഞ്ഞോ അറിയാതെയോ ചോർത്തിക്കൊടുക്കുന്ന വാർത്തകളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കഥ പറയുന്നത് ഒരു പുതിയ കാര്യമല്ല. കേരളത്തിലെ മാധ്യമങ്ങൾ പ്രത്യേകിച്ചും എല്ലാവരും സുഹൃത്തുക്കളാണ് നമ്മുടെ എല്ലാവരുടെയും. ആ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉള്ളപ്പോഴും അവരുടെ വിനോദം എന്താ, ജോലി എന്താ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി ഇത്തരം കഥ കണ്ടുപിടിക്കുക, മെനഞ്ഞുണ്ടാക്കുക, അത് തട്ടിവിടുക എന്നുള്ളതാണ്. അത് അത്ഭുതം വേണ്ട, അവരുടെ ഇൻട്രസ്റ്റ് അതാണ്. അവരാരും ചെയ്യുന്നത് ബോധപൂർവ്വമായിരിക്കണമെന്നില്ല, അവരുടെ വർഗ താല്പര്യമാണത്. ഇടതുപക്ഷം ദുർബലപ്പെടണം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ദുർബലപ്പെടണം, കമ്മ്യൂണിസ്റ്റ് ഐക്യം ഉണ്ടാകാൻ പാടില്ല, ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടാൻ പാടില്ല, LDF ജയിക്കാൻ പാടില്ല. ചിന്തിക്കുന്ന താല്പര്യങ്ങളാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ ഉടമകൾ. അത് വർഗ താല്പര്യമാണ്, മാധ്യമങ്ങളുടെ വർഗ താല്പര്യം അതാണ്. ആ താല്പര്യങ്ങളുടെ ഇരയായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറാൻ പാടില്ല എന്നാണ് പാർട്ടിയുടെ നിലപാട്. പക്ഷെ പാർട്ടിക്കകത്തുകൊണ്ട് ചില ദുർബല മനസ്കരുണ്ടായിരിക്കാം. ബോധപൂർവം ഇതിൻ്റെ അച്ചാരം വാങ്ങുന്നവരെ കണ്ടേക്കാം. പക്ഷെ അവരല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വഴി കാണിക്കേണ്ടത്, അവരല്ല കാണിക്കുന്നത്. അവരുടെ വഴിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കടുപ്പാവയല്ല. അപ്പോൾ നമ്മളെല്ലാവരോടും പറഞ്ഞു, എല്ലാ മാധ്യമ ഫ്രണ്ട്സിനോടും, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പറ്റി വാർത്ത കൊടുക്കും മുമ്പ് പ്ലീസ് ഡു എ ക്രോസ് ചെക്കിങ്, ഒന്ന് പരിശോധിക്കുക, എന്നിട്ട് കഴമ്പുണ്ടെങ്കിൽ കൊടുക്കുക. അല്ലെങ്കിൽ 2, 3, 4 വട്ടം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ തന്നെ വാർത്തയ്ക്കുള്ള ക്രെഡിബിലിറ്റി പോകുന്നതാണ് ഞങ്ങൾ പറഞ്ഞത്. ക്രെഡിബിലിറ്റി വേണമെന്നുണ്ടെങ്കിൽ ഒരു ക്രോസ് ചെക്കിങ് വേണം. അതൊന്നും ഇല്ലാതെ കാള വെട്ടുന്നു വെക്കുമ്പോഴത്തേക്ക് കയറെടുക്കും. നിർഭാഗ്യവശാൽ പാർട്ടിക്കകത്തെ ചില സഹാക്കൾ സോഷ്യൽ മീഡിയയിലൊക്കെ കഴിഞ്ഞാൽ കുറച്ച് സഹാക്കൾ പാർട്ടിക്കകത്തുണ്ട്. അവർക്കും ഇഷ്ടമാണിത്. കാള പറ്റോ എന്താ കാര്യം എടുത്തോ എന്നത് പാർട്ടിക്കകത്തും കണ്ടേക്കാം. പക്ഷെ അത്തരക്കാരൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ രക്ഷിക്കാനുള്ളവരല്ല. അതൊന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയുമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടിയുള്ളത് സ്വന്തം ഘടകത്തിൽ വിമർശിക്കണം, സ്വന്തം ഘടകത്തെ അഭിപ്രായങ്ങൾ പറയണം, നേതാക്കന്മാരെ പറ്റിയും പറയാം, വിമർശിക്കാം, അതൊന്നും വിലക്കില്ല. ഈ അടിസ്ഥാന 1-ാം പാഠം അത് പഠിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് പറയേണ്ടതിനെ അവിടെ പറയാതെ പുറത്തുള്ള മാധ്യമത്തമ്പുരാക്കന്മാർക്ക് മുമ്പിൽ കുടഞ്ഞിടുന്ന രീതിക്ക് ആദ്യമുണ്ടാക്കും. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അങ്ങനെ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. പാർട്ടി കോൺഗ്രസ് വിജയവാഡയിൽ കൂടിയപ്പോൾ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ച കാര്യം അതാണ്. സോഷ്യൽ മീഡിയയ്ക്ക് 2 തലയ്ക്ക് മൂർച്ചയുണ്ട്. ഈ തലയ്ക്ക് മൂർച്ച, ആ തലയ്ക്ക് മൂർച്ച. ആ വാൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും ശ്രദ്ധ വേണം. ആ ശ്രദ്ധയില്ലാതെ പാർട്ടിക്കകത്ത് പറയേണ്ടവയെല്ലാം ഇതൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എത്തിച്ച് അവിടെ വെച്ച് അലക്കി പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുന്ന ഏർപ്പാട് അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് സമ്മതിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം സഹാക്കളെ തിരുത്താൻ ശ്രമിക്കണം പാർട്ടി. ഈ സഖാക്കളുടെ വിദ്യാഭ്യാസം എന്നുള്ള കാര്യത്തിന് വലിയ കാര്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ പാർട്ടിയുടെ മുമ്പിലുള്ള അതീന്ദ്ര കർത്തവ്യം അതായിരിക്കും. ഈ സഖാക്കളുടെ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടുന്ന ഒരു കാര്യമാണ് പാർട്ടി വിദ്യാഭ്യാസം. അത് ഇപ്പോൾ നമ്മുടെ 25-ാം പാർട്ടി കോൺഗ്രസ്സിലും എടുത്തിട്ടുള്ള തീരുമാനം എല്ലാ തലങ്ങളിലും പാർട്ടി വിദ്യാഭ്യാസം ഉറപ്പാക്കുക എന്നുള്ളതാണ്. എല്ലാ വർഷവും ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് പാർട്ടി ക്ലാസ് കൊടുക്കുക, മറ്റെല്ലാ തരങ്ങളിലും പാർട്ടി വിദ്യാഭ്യാസത്തിനുള്ള സമയം കണ്ടെത്തുക. അതൊരു മസ്റ്റാണ്. ആ പാർട്ടി വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് പല തട്ടിലെയും സഹാക്കളുടെ പ്രവർത്തനങ്ങളിലൊക്കെ അത് കാണുന്നുണ്ട്. അവരുടെ സമീപനങ്ങളിലും അഭിപ്രായ പ്രകടനങ്ങളിലും പോലും ആ കുറവ് കാണുന്നുണ്ട്. അതുകൊണ്ട് പാർട്ടി വിദ്യാഭ്യാസത്തിന് ഊന്നൽ കൊടുക്കണം എന്ന നിലയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എല്ലാ സമ്മേളനങ്ങളിലും ചർച്ചകൾ കേട്ടാൽ അറിയാൻ പറ്റും. എല്ലാവരും പറഞ്ഞു, എല്ലായിടത്തും പറഞ്ഞു, വിദ്യാഭ്യാസം വേണം, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം വേണം, ഞങ്ങൾക്ക് നേതൃത്വം തരുന്നില്ല വിദ്യാഭ്യാസം, അതുകൊണ്ട് നേതൃത്വമേ തരുമെന്ന് പറഞ്ഞു. അത് നല്ല കാര്യമല്ലേ? സംഘടനാ തത്വം അറിഞ്ഞുകൂടാത്ത നിരവധി സഹാക്കളുണ്ട്. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ വിധേയന്മാരുടെ പ്രസ്ഥാനമായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവിടെ അതല്ല, പാർട്ടി സംഘടന എങ്ങനെയാണ് അതിൻ്റെ സ്വയം വിമർശനങ്ങൾ, അവനവൻ തെറ്റുവരുത്തിയിട്ടുണ്ടെങ്കിൽ തെറ്റ് തിരുത്തൽ, ആ തെറ്റ് തിരുത്തുന്നതിനുള്ള ഒരു മാർക്സിയൻ കാഴ്ചപ്പാട്, അതെല്ലാം ഈ സഹാക്കൾ മനസ്സിലാക്കേണ്ടതാണ്. ചില വിഷയങ്ങളിൽ പ്രതികരിക്കുമ്പോൾ ആ പ്രതികരണത്തിൽ നമ്മുടെ പാർട്ടിയുടെ കാഴ്ചപ്പാട് എങ്ങനെ,
അത് എൻ്റെ ഒരു ശരി തെറ്റൊക്കെ മനസ്സിലാക്കുക, അതിനകത്തൊന്നും കഴിയുന്നില്ല. എങ്ങനെങ്കിലും നിശബ്ദമായിട്ട് നിന്ന് അങ്ങ് പോവുക എന്നുള്ള നിലയിൽ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അതുകൊണ്ട് അറ്റ് ആൾ ലെവൽ എല്ലാ തലങ്ങളിലും പാർട്ടി വിദ്യാഭ്യാസം എൻഷുർ ചെയ്യുക. അത് പൊളിറ്റിക്സിൻ്റെ കാര്യത്തിലും വേണം, ഐഡിയോളജിയുടെ കാര്യത്തിൽ വേണം, അതേസമയം ഓർഗനൈസേഷണൽ മാറ്റേഴ്സിലും ആ വിദ്യാഭ്യാസം ഉണ്ടാകണം. രണ്ട് നിലയിലും ആശയപരമായും സംഘടനാപരമായും പാർട്ടിയെ ശക്തിപ്പെടുത്തുന്നത് എങ്ങനെ എന്നുള്ളതിന് നല്ല മുൻതൂക്കം 25-ാം പാർട്ടി കോൺഗ്രസ് കൊടുത്തിട്ടുണ്ട്. അത് വർക്കൗട്ട് ചെയ്ത് വരുമ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തന്നെയാണ് തോന്നുന്നത്. ഈ അർത്ഥവത്തായ പാർട്ടി ജീവിതം എന്നൊന്നുണ്ട്. പാർട്ടി ലൈഫ്, പാർട്ടി ജീവിതം, അത് മീനിങ് ആക്കാൻ വഴി എന്താ? ഒരു വഴി ഇത് തന്നെയാണ്, പാർട്ടി വിദ്യാഭ്യാസം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്ന് അറിയണം. ഇത് വേറിട്ട പാർട്ടിയാണെന്ന് നമ്മളൊക്കെ പ്രസംഗിക്കും. അതൊരു ഭംഗി പ്രസംഗമല്ല. എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേറിട്ട പാർട്ടിയാകുന്നു? വേറിട്ട പാർട്ടി പ്രവർത്തിക്കേണ്ടത് എങ്ങനെയാണ്? വേറിട്ട പാർട്ടിയിലെ പാർട്ടി പ്രവർത്തകൻ്റെ പാർട്ടി ജീവിതം എങ്ങനെയായിരിക്കണം? അത് പാർട്ടിയെ പഠിപ്പിക്കുന്നത് ഞങ്ങളുടെ കടമയാണ്. അവിടെ ഞങ്ങളുടെ വീഴ്ച ഞങ്ങൾ ഏറ്റുപറയുന്നു, നേതൃത്വം ആ വീഴ്ച ഞങ്ങൾ തിരുത്തും. ഈ ഇപ്പോൾ ഉടനെ പോകുന്നത് ഇലക്ഷനിലേക്കാണ്. അതിനിടയ്ക്ക് തന്നെ ഞങ്ങൾ ആലോചിക്കട്ടെ, ബ്രാഞ്ച് സെക്രട്ടറിമാർക്ക് മാത്രം പോരാ, എല്ലാ തലങ്ങളിലും പാർട്ടിക്ക് വിദ്യാഭ്യാസം വേണം. ആ വിദ്യാഭ്യാസത്തിൻ്റെ അകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആകില്ല. അതാണല്ലോ മറ്റു പാർട്ടികളിൽ നിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വ്യത്യാസം. അതെ, ഗൈഡ് ടു ആക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ് മാർക്സിസം. പ്രവർത്തിക്കുള്ള വഴികാട്ടിയായിട്ടുള്ള മാർക്സിസത്തിൻ്റെ വെളിച്ചത്തിൽ പാർട്ടിയെ, സഖാക്കളെ, ഘടകങ്ങളെ നയിക്കാൻ പാർട്ടിക്കാകണം. ഞങ്ങൾ തീർച്ചയായിട്ടും ശ്രമിക്കും. അത് ഈ ജന്മശതാബ്ദി വർഷം അങ്ങനെ പുതിയൊരു തുടക്കത്തിന് വേണമെങ്കിൽ പറയാം, അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി പ്രതിജ്ഞ. അത് ഏറ്റവും നല്ല കാര്യമാണ്. അപ്പോൾ രണ്ട് സഖാക്കൾക്കും എല്ലാ ഈ കാര്യത്തിൽ വിജയം ആശംസിക്കുന്നു. ലാൽ സലാം.